എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ള ഒരു സ്കില്ല് നമ്മൾ തന്നെ ആർജിച്ചെടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ഒരു സ്കില്ല് നമ്മൾ ആർജിച്ചെടുക്കുക. ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ ഇനി ഇതിന് വേറെ സൊല്യൂഷനൊന്നുമില്ല, ആത്മഹത്യ മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഒരു മാനസികാരോഗ്യത്തിന്റെ ലക്ഷണമല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് സൊല്യൂഷൻ കണ്ടെത്തേണ്ടതാണ്. അതുകൂടാതെ ഒരു സ്കില്ലെന്ന് പറഞ്ഞു, ഇപ്പൊ നമ്മളുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് തുറന്നു പറയാൻ ഒരു പ്രോപ്പർ വെന്റിലേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. അപ്പൊ നമുക്ക് മറ്റുള്ളവരോട് തുറന്നു പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഈശ്വരനോട് തുറന്നു പറഞ്ഞ് കരയാലോ, അല്ലെങ്കിൽ നമുക്കൊരു കടലാസിൽ എഴുതി ഒന്ന് കത്തിച്ചു കളയാലോ. അതൊക്കെ നമ്മളുടെ ഒരു റിലീഫിന് സാധ്യതയാവും. നമ്മളൊരു സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് അതിനെപ്പറ്റി അറിഞ്ഞിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഥമ ശുശ്രൂഷ നൽകേണ്ടത് ഒരു ഡോക്ടറാണെന്നൊന്നുമില്ല. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളുടെ അടുത്തുള്ള ഒരു പുഴയിൽ, അല്ലെങ്കിൽ നമ്മുടെ മുൻപിൽ ഒരു വ്യക്തി പുഴയിൽ വീണ് മുങ്ങി താഴുകയാണ്, ജീവന് വേണ്ടി കരയാണ് അദ്ദേഹം. അപ്പൊ ഒരു ഡോക്ടർ വന്ന് രക്ഷിക്കണം എന്നൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു മുങ്ങൽ വിദഗ്ധൻ വരട്ടെ എന്നൊന്നുമില്ല. അവിടെ ഒരു മനുഷ്യന്റെ ജീവന്റെ വില അറിയുന്നവൻ ചാടിയിരിക്കുക വെള്ളത്തിൽ, അവനെ രക്ഷിച്ച് എങ്ങനെയെങ്കിലും കരയ്ക്ക് കൊണ്ടുവരും.